ഇന്ന് ഞാൻ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 138, 139, 140, 141 എന്നീ 4 വചനങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സിബ്ഹത്തല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഹത്തൻ വനഹ്നു ലഹു ആബിദൂൻ. അള്ളാഹു നൽകിയ വർണ്ണമത്രേ നമ്മുടെ ആദർശം. അള്ളാഹുവേക്കാൾ നന്നായി വർണ്ണം നൽകുന്നവർ ആരുണ്ട്? അവനെയാകുന്നു ഞങ്ങൾ ആരാധിക്കുന്നത്. കുൽ അതുഹാജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും ഫലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? അവനാണല്ലോ ഞങ്ങളുടെയും നിങ്ങളുടെയും രക്ഷിതാവ്. ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മഫലങ്ങളാണ്, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മഫലങ്ങളും. ഞങ്ങളാകട്ടെ അവനോട് നിഷ്കളങ്കത പുലർത്തുന്നവരുമാകുന്നു. അം തഖൂലൂന ഇന്ന ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅ്കൂബ വൽ അസ്ബാത്ത കാനൂ ഹൂദൻ ഔ നസാറ കുൽ അഅൻതും അഅ്ലമു അമില്ലാഹ് വമൻ അദ്ലമു മിമ്മൻ കത്തമ ഷഹാദത്തൻ ഇൻദഹു മിനല്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അതല്ല ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാക്കും യാക്കൂബും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയും യഹൂദരോ ക്രൈസ്തവരോ ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? നബിയെ ചോദിക്കുക, നിങ്ങൾക്കാണോ കൂടുതൽ അറിവുള്ളത്, അതോ അള്ളാഹുവിനോ? അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതും തൻ്റെ പക്കലുള്ളതുമായ സാക്ഷ്യം മറച്ചുവെച്ചവനേക്കാൾ വലിയ അതിക്രമകാരി ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അത് കഴിഞ്ഞുപോയ ഒരു സമൂഹമാകുന്നു, അവർക്കുള്ളത് അത് സമ്പാദിച്ചതാകുന്നു, നിങ്ങൾക്കുള്ളത് നിങ്ങൾ സമ്പാദിച്ചതും. അവർ പ്രവർത്തിച്ചിരുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. 23-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനം ഇങ്ങനെയാണ്: സീന പർവ്വതത്തിൽ മുളച്ചു വരുന്ന ഒരു മരവും നാം സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എണ്ണയും ഭക്ഷണം കഴിക്കുന്നവർക്ക് രുചിക്കൂട്ടും അത് ഉൽപ്പാദിപ്പിക്കുന്നു. യഥാർത്ഥ വിശ്വാസിയുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും കളങ്കരഹിതവും നിസ്വാർത്ഥവുമായിരിക്കും. രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ അവൻ്റെ നിലപാടുകൾ അവക്രവും സത്യസന്ധവുമായിരിക്കും. വ്യക്തി, കുടുംബ, സമൂഹ തലങ്ങളിലും സാമ്പത്തികവും വ്യാവഹാരികവുമായ ബന്ധങ്ങളിലും അവൻ്റെ ഇടപാടുകളും സമീപനങ്ങളും സുതാര്യവും ഉദാത്തവുമായിരിക്കും. മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അവൻ ഉപകാരിയായിരിക്കും. വായുവും വെള്ളവും മണ്ണും ദുഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവൻ ഏർപ്പെടുകയില്ല. ദ്രോഹവും നശീകരണവും അവൻ്റെ നയമായിരിക്കുകയില്ല. ജീവിതത്തിന് തനിമയും തിളക്കവും ഗുണമേന്മയും നൽകുന്ന ഇസ്ലാമികാദർശത്തിൻ്റെ മഹിതഭാവമാണ് സബ്ഹത്തല്ലാഹ്, അള്ളാഹു നൽകിയ വർണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുരോഹിതന്മാർ ചമച്ചുണ്ടാക്കിയ സാമ്പ്രദായിക മതങ്ങൾക്ക് ഈ മഹത്വമൊന്നുമില്ല. അള്ളാഹു പഠിപ്പിച്ച ആദർശത്തെക്കാൾ മെച്ചപ്പെട്ട നിലയിലോ അതിന് തുല്യമായ നിലയിലോ മനുഷ്യജീവിതത്തെ വർണ്ണോജ്വലവും ശോഭനവുമാക്കാൻ മനുഷ്യനിർമ്മിത മതങ്ങൾക്കോ ദർശനങ്ങൾക്കോ സാധിക്കുകയില്ല. ഇതത്ര 2-ാമത്തെ അധ്യായത്തിലെ 138 സൂക്തത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നത്. മൂസാ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും പഠിപ്പിച്ചത് മഹത്തായ ഇസ്ലാമിക ആദർശം തന്നെയാണെങ്കിലും യഹൂദ ക്രൈസ്തവ പുരോഹിതന്മാർ ആ 2 പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ ഗുരുതരമായ വ്യതിയാനം വരുത്തിയിരിക്കുകയാണ്. അതിനാൽ ദൈവികാദർശത്തിൻ്റെ വർണ്ണപ്പൊലിമയൊന്നും അവരുടെ സാമ്പ്രദായിക മതങ്ങൾക്കില്ല. കുട്ടികളിലെ
കുട്ടികളെ ജ്ഞാനസ്നാനം ചെയ്യിച്ച് മാമോദീസ മുക്കി, അതായത് ക്രിസ്ത്യാനികളാക്കുന്ന സമ്പ്രദായത്തിൻ്റെ പൊള്ളത്തരത്തെക്കുറിച്ച പരോക്ഷമായ സൂചന ഈ സൂക്തത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സബ്അത്തല്ല എന്ന വാക്കുകൊണ്ട് ഈ സൂക്തത്തിൽ ഉദ്ദേശിക്കപ്പെട്ട ആശയവുമായി നേരിട്ട് ബന്ധമുള്ളതല്ലെങ്കിലും ആ വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥപരിധിയിൽ വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത് അനുചിതമാവില്ലെന്ന് കരുതുന്നു. സൃഷ്ടിപ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുക്കിയ വർണ്ണവൈവിധ്യത്തെക്കുറിച്ച് പല ഖുർആൻ സൂക്തങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. 35-ാമത്തെ അധ്യായത്തിലെ 27-28 വചനങ്ങൾ ഇങ്ങനെയാണ്: നീ കണ്ടില്ലേ, അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു, എന്നിട്ട് അത് മുഖേന വ്യത്യസ്ത വർണ്ണങ്ങളുള്ള ഫലങ്ങൾ നാം ഉൽപ്പാദിപ്പിച്ചു. പർവ്വതങ്ങളിലുമുണ്ട് വെളുത്തതും ചുവന്നതുമായ നിറഭേദമുള്ള പാതകൾ, കറുത്തിരുണ്ടവയുമുണ്ട്. മനുഷ്യരിലും മൃഗങ്ങളിലും കന്നുകാലികളിലും അതുപോലെ വിഭിന്ന വർണ്ണങ്ങളുള്ളവയുണ്ട്. അള്ളാഹുവെ ഭയപ്പെടുന്നത് അവൻ്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു. തീർച്ചയായും അള്ളാഹു പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. പൂക്കളുടെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പ്രകൃത്യാ ഉള്ള നിറങ്ങൾ അള്ളാഹു അവയ്ക്ക് നൽകിയ നിറങ്ങൾ മനുഷ്യർക്കോ ജന്തുക്കൾക്കോ രോഗബാധയ്ക്ക് കാരണമാകുന്നില്ല. എന്നാൽ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്ന കൃത്രിമ ചായങ്ങളെല്ലാം മനുഷ്യരെ പല വിധത്തിൽ ദോഷകരമായി ബാധിക്കുന്നു. കൃത്രിമ ചായങ്ങൾ ആന്തരാവയവങ്ങളുടെ പ്രവർത്തനക്ഷമത കുറക്കുന്നു. അവയിൽ ചിലത് ക്യാൻസറിന് പോലും നിമിത്തമാകാമെന്ന് കരുതുന്ന വിദഗ്ധരുമുണ്ട്. ഈ കാലഘട്ടത്തിൽ കൊച്ചുകുട്ടികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒന്നാണ് കളിക്കോപ്പുകളിലെ പെയിൻറ്റിങ്. കുട്ടികളുടെ വായിലും കൈകളിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പെയിൻറ്റിൻ്റെ അംശം വയറ്റിലെത്തുകയും ആന്തരാവയവങ്ങളെ പല വിധത്തിൽ ബാധിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവേക്കാൾ നന്നായി വർണ്ണം നൽകാൻ ആരുണ്ടെന്ന ചോദ്യം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഏറെ വികസിച്ച ആധുനിക കാലത്തും അക്ഷരാർത്ഥത്തിൽ പ്രസക്തമായി തുടരുന്നു. മനുഷ്യർ നിർമ്മിക്കുന്ന കൃത്രിമ രുചിക്കൂട്ടുകളും കൃത്രിമ നിറങ്ങൾ പോലെ തന്നെ ദോഷം വരുത്തിവയ്ക്കുന്നതായാണ് അനുഭവം. മനുഷ്യന് തികച്ചും അന്യൂനമായ ആദർശം നൽകുകയും ഭൗതിക വസ്തുക്കൾക്ക് വിശിഷ്ടമായ വർണ്ണം നൽകുകയും ചെയ്ത അള്ളാഹുവെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അവൻ്റെ മാർഗദർശനമാണ് ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ പിന്തുടരുന്നത് എന്നാണ് വ്യതിചലിച്ചു പോയ മതവിഭാഗങ്ങളോട് യഥാർത്ഥ വിശ്വാസികൾ പറയേണ്ടത്. പ്രകൃതിയിലെ തനിമയാർന്ന വർണ്ണങ്ങളും കൃത്രിമ വർണ്ണങ്ങളും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ടെന്ന് സൂക്ഷ്മജ്ഞാനമുള്ളവർക്കെല്ലാം അറിയാം. അള്ളാഹു അവതരിപ്പിച്ച അന്യൂനമായ ആദർശവും പുരോഹിതന്മാരും ആൾദൈവങ്ങളും ആവിഷ്കരിച്ച മതങ്ങളും തമ്മിലുള്ള അന്തരവും അതുപോലെ സ്പഷ്ടമാകുന്നു. മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ യഹൂദരും ക്രൈസ്തവരും ബഹുദൈവ വിശ്വാസികളും മുസ്ലിങ്ങളുമായി എക്കാലത്തും തർക്കിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോഴും അത് അവിരാമം തുടരുന്നു. ഏറ്റവും ശരിയായ ദൈവസങ്കല്പം ഞങ്ങളുടേതാണെന്നത്രേ ഇവരുടെ എല്ലാം വാദം. സത്യവിശ്വാസികൾ തർക്കിക്കുകയോ ന്യായവാദം നടത്തുകയോ ആണെങ്കിൽ അത് ശരിയായ അറിവിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. കേവലം ഊഹത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള തർക്കം സത്യവിശ്വാസികൾക്ക് ഭൂഷണമല്ല. 3-ാമത്തെ അധ്യായത്തിലെ 66-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഹേ കൂട്ടരെ, നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തർക്കിച്ചു. ഇനി നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ എന്തിന് തർക്കിക്കുന്നു? അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് അള്ളാഹു ലോകങ്ങളുടെയും ലോകരുടെയുമെല്ലാം രക്ഷിതാവാണെന്നാണ്. അതിനാൽ അവൻ്റെ അനുഗ്രഹങ്ങളും മോക്ഷവും അവനെ മാത്രം ആരാധിക്കുകയും അവന് നിഷ്കളങ്കതയോടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇതൊക്കെ യഹൂദർക്കോ ക്രൈസ്തവർക്കോ മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയുന്നത് യാതൊരു തെളിവുമില്ലാത്ത വാദമാണ്. ഞങ്ങളുടെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു
ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ കർമ്മഫലമായിരിക്കും, നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ കർമ്മഫലവും. അള്ളാഹുവിന് സന്തതിയുണ്ടോ എന്നോ അവൻ ഒരു സമുദായത്തിൻ്റെ മാത്രം രക്ഷിതാവാണെന്നോ ജൽപ്പിക്കാതെ അവനോട് നിഷ്കളങ്കത കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. യാതൊരു വക്രതയും കാപട്യവും കൂടാതെ അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കുന്നവരെ മതത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല. 98-ാമത്തെ അധ്യായത്തിലെ 4-5 വചനങ്ങൾ ഇങ്ങനെയാണ്: വേദം നൽകപ്പെട്ടവർ ഭിന്നിച്ചത് അവർക്ക് വ്യക്തമായ തെളിവ് വന്നു കിട്ടിയതിന് ശേഷം തന്നെയാകുന്നു. കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് ഋജുമനസ്കരായി അവനെ ആരാധിക്കാനും നമസ്കാരം നിലനിർത്താനും സക്കാത്ത് നൽകാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതത്രേ വക്രതയില്ലാത്ത മതം. തങ്ങൾ പൂർവ്വ പ്രവാചകന്മാരുടെ മാർഗത്തിലാണെന്നായിരുന്നു യഹൂദരുടെയും ക്രൈസ്തവരുടെയും അവകാശവാദം. മുസ്ലിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽക്കുള്ള മുൻഗാമികളുടെ മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുകയാണെന്ന് അവർ ആരോപിക്കുകയും ചെയ്തു. അവരുടെ അവകാശവാദത്തെ നേരിടേണ്ടതെങ്ങനെയാണെന്നാണ് 2-ാമത്തെ അധ്യായത്തിലെ 140 വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ ഇസ്മായിലും ഇസ്ഹാഖ് അലൈഹിസ്സലാം, പൗത്രൻ യാക്കൂബും അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയും യഹൂദ മതക്കാരായിരുന്നുവെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എന്നാണ് യഹൂദരോട് ചോദിക്കേണ്ടത്. ഈ പറഞ്ഞവരൊക്കെ ക്രിസ്ത്യാനികളായിരുന്നുവെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എന്നാണ് ക്രൈസ്തവരോട് ചോദിക്കേണ്ടത്. സങ്കുചിത സാമുദായിക മതമായ ജൂദായിസം ഇബ്രാഹിമി പാരമ്പര്യത്തിലെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത മതമാണെന്ന് അവർക്ക് തെളിയിക്കാൻ കഴിയില്ല. ദൈവം മനുഷ്യരൂപത്തിൽ പിറന്ന് കുരിശിൽ കിടന്ന് മരിച്ചതിലൂടെ മാനവരുടെ മുഴുവൻ പാപത്തിന് പരിഹാരമായി എന്ന് സിദ്ധാന്തിക്കുന്ന ക്രിസ്തുമതം അബ്രഹാം പിതാവും പുത്രപൗത്രന്മാരും പഠിപ്പിച്ച മതം തന്നെയാണെന്ന് തെളിയിക്കാൻ ക്രൈസ്തവർക്കും കഴിയില്ല. 3-ാമത്തെ അധ്യായത്തിലെ 67-68 വചനം ഇങ്ങനെയാണ്: ഇബ്രാഹിം യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, എന്നാൽ അദ്ദേഹം സത്യത്തിനു നേരെ നിലകൊള്ളുന്നവനും അള്ളാഹുവിന് കീഴ്പ്പെട്ടവനും ആയിരുന്നു. അദ്ദേഹം ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായിട്ടുമില്ല. തീർച്ചയായും ജനങ്ങളിൽ ഇബ്രാഹിമിനോട് കൂടുതൽ അടുപ്പമുള്ളവർ അദ്ദേഹത്തെ പിന്തുടരുന്നവരും ഈ പ്രവാചകനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാകുന്നു. അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു. പൂർവ്വ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ആദർശം എന്താണെന്നതിന് അനിഷേധ്യമായ ചരിത്ര തെളിവുകൾ ലഭ്യമല്ലെങ്കിൽ പിന്നെ അവലംബിക്കാവുന്ന തെളിവ് പിൽക്കാല പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ ബോധനം മാത്രമാണ്. പുരോഹിതന്മാർ എഴുതുന്നതും പറയുന്നതും അനിഷേധ്യമായ സത്യമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പൗത്രന്മാരും പ്രബോധനം ചെയ്തത് യഹൂദ മതമോ ക്രൈസ്തവ മതമോ അല്ലെന്ന് അള്ളാഹു പറയുമ്പോൾ അല്പജ്ഞാനികളായ പുരോഹിതന്മാർ അതിനെ എതിർക്കുന്നത് ധിക്കാരമാണ്. അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്നതും തൻ്റെ പക്കലുള്ളതുമായ സാക്ഷ്യം മറച്ചുവെച്ചവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണിശമായ ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്ത പ്രവാചകനായിരുന്നു എന്നതിന് ബൈബിളിലുള്ള തെളിവുകൾ മറച്ചുവെക്കുന്ന വേദക്കാരാണ്. മൂസ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്തിൽ യഹൂദർ ചില മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവരുടെ കയ്യിലുള്ള ബൈബിൾ പഴയ നിയമ പുസ്തകങ്ങളിൽ ഈ വിഷയകമായ വ്യക്തമായ തെളിവുകളുണ്ട്. ക്രൈസ്തവരും ഈ ബൈബിൾ പുസ്തകങ്ങൾ അംഗീകരിക്കുന്നവരാണ്. ബൈബിളിലെ തെളിവുകൾ മറച്ചു വെച്ചുകൊണ്ടാണ് വേദക്കാരായ 2 വിഭാഗങ്ങളും മുസ്ലിങ്ങളോട് തർക്കിക്കുന്നത്. വേദത്തിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട് വിഷയത്തിൽ തർക്കിക്കുന്നത് ഗുരുതരമായ അക്രമമാണ്. രഹസ്യവും പരസ്യവുമായ യാതൊരു കാര്യവും അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുകയില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകാൻ പാടില്ല. 2-ാമത്തെ അധ്യായത്തിലെ 174-ാമത്തെ വചനം ഇങ്ങനെയാണ്: വേദഗ്രന്ഥത്തിലുള്ള അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ മറച്ചുവെക്കുകയും അതിന് വിലയായി തുച്ഛമായ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരാരോ അവർ തങ്ങളുടെ
വയറുകളിൽ തിന്ന് നിറക്കുന്നത് നരകാഗ്നിയല്ലാതെ മറ്റൊന്നുമല്ല. ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ പാപങ്ങളിൽ നിന്ന് അവരെ സംശുദ്ധരാക്കുകയോ ചെയ്യില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാവുകയും ചെയ്യും. 134 സൂക്തത്തിൻ്റെ ആവർത്തനമാണ് 141 സൂക്തം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഉത്കൃഷ്ടമായ വ്യക്തിത്വത്തിൻ്റെയും അദ്ദേഹം മുറുകെ പിടിച്ച മഹത്തായ ആദർശത്തിൻ്റെയും സവിശേഷ ഭാവങ്ങൾ സ്പഷ്ടമാകുന്ന വിവരണവും അദ്ദേഹത്തിൻ്റെ ആദർശത്തിൻ്റെ പേരിൽ യഹൂദരും ക്രൈസ്തവരും ഉന്നയിച്ച അവകാശവാദങ്ങളും തർക്കങ്ങളും സംബന്ധിച്ച വിശകലനവുമാണ് 124 മുതൽ 140 വരെയുള്ള സൂക്തങ്ങളിൽ നാം കണ്ടത്. അതിൻ്റെ സമാപന വാക്യമാണ് പൂർവ്വ സമൂഹങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സമീപനം എന്തായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന 141 സൂക്തവും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആദർശം യഹൂദ മതമോ ക്രൈസ്തവ മതമോ അല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി പൈതൃക സംബന്ധമായി യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും വാദം സത്യമാണെന്ന് സങ്കല്പിച്ചാൽ പോലും മഹാന്മാരായ പൂർവികരുടെ ശ്രേഷ്ഠത കൊണ്ട് മാത്രം അവർക്ക് ഇഹത്തിലോ പരത്തിലോ നേട്ടമുണ്ടാവുകയില്ല. പൂർവികർ അവരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളുമായി അല്ലാഹുവിങ്കലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അവരോട് പ്രാർത്ഥിച്ചതുകൊണ്ടോ അവരുടെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചതുകൊണ്ടോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹുവിൽ നിന്ന് യാതൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. അവരുടെ ആദർശം പഠിച്ച് അനുധാവനം ചെയ്യുന്നതിലൂടെ മാത്രമേ നന്മയും വിജയവും കൈവരിക്കാൻ കഴിയൂ.